നാഗകന്യക സീരിയല് ഏഷ്യാനെറ്റിൽ വരാൻ പോവാണ് മക്കളെ. ടൈറ്റിൽഡ് ആസ് നാഗറാണി. അതെ, മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള വൺ ഓഫ് ദ ഡബിങ് സീരിയൽ ആയിരിക്കും നാഗകന്യക. നാഗകന്യകയുടെ 1, 2, 3, 4 ഒക്കെ എത്ര അടിപൊളിയായിരുന്നു. നമ്മൾ ഈ 4 സീസൺസും സൂര്യ ടിവിയിൽ കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. 5ാമത്തെ സീസണും 6ാമത്തെ സീസണും 7ാമത്തെ സീസണും ഒന്നും നമുക്ക് മലയാളത്തിൽ പിന്നെ കാണാൻ പറ്റിയില്ല. പക്ഷേ ഏഷ്യാനെറ്റിൽ വരികയാണ് നാഗകന്യക നാഗറാണി എന്ന പേരിൽ. ഏത് സീസൺ ആണ് വരാൻ പോകുന്നത്? സീസൺ 5 ആണോ, 6 ആണോ, അതോ ഇപ്പോഴത്തെ പുതിയ സീസൺ 7 ആണോ? ഒരു ഹിന്ദി സീരിയൽ, സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഹിന്ദി സീരിയലാണ് നാഗകന്യക. ഒരു കാലത്ത് മലയാളത്തിലെ ബ്രഹ്മാണ്ഡ വിജയം കൊയ്ത ഇന്ത്യൻ ടെലിവിഷൻ ഹിസ്റ്ററിയിലെ നമ്പർ 1 ബ്ലോക്ക് ബസ്റ്റർ ഷോ ആണ് നാഗകന്യക. വീണ്ടും മലയാളത്തിലോട്ട് വരാൻ പോവാണ്. ഒത്തിരി സന്തോഷം. എന്ന് മുതലാണ് ടെലികാസ്റ്റ് ആരംഭിക്കുന്നത്? എവിടെ നമുക്ക് കാണാം? എത്ര മണിക്കാണ് ഉള്ളത്? പ്രൈം ടൈമിലാണോ അതോ വേറെ എങ്ങോട്ടെങ്കിലും ഡബിങ് സീരിയൽ ആയതുകൊണ്ട് എടുത്ത് ഇടോ? നാഗകന്യക 7ന്റെ കഥ എന്താണ്? ഈ നാഗകന്യകയുടെ കഥയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയൽസിന്റെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പൊ തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിൽ നിന്നും വിഷു ആശംസകൾ. സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഒക്കെ ഒരു നല്ല നല്ല വർഷങ്ങൾ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് കടന്നു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എന്ത് കാര്യം എവിടെ തൊട്ട് കഴിഞ്ഞാലും സന്തോഷത്തോടെ എല്ലാം നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് തുടങ്ങുവാണ്. പേഴ്സണലി നാഗകന്യക സീരിയലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ബിഗ് ഫാനാണ്. അതാണ് ഞാൻ ഇത്രയും ചിരിച്ച മുഖത്തോടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. വൈ? ബിക്കോസ് നാഗകന്യക സീസൺ 1ന്റെ നാഗകന്യക സീസൺ 7 വരെക്കുള്ള എല്ലാ എപ്പിസോഡുകളും ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷകനാണ് ഞാൻ. അതിനൊരു ഫാനാണ് ഞാൻ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. രാവിലെ കണ്ണു തുറന്നപ്പോൾ തന്നെ ഞാൻ കണ്ടത് നാഗകന്യക സീസൺ 7ന്റെ പ്രൊമോയാണ്. അതെ, നാഗറാണി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഏഷ്യാനെറ്റിലൂടെ പ്രൊമോ പുറത്തുവിട്ടിരിക്കുന്നത്. ആക്ച്വലി ആ പ്രൊമോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോ സീസണിലും അതിനകത്തേക്ക് സ്പെഷ്യൽ BGMs, ട്യൂൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ പ്രൊമോ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് നാഗകന്യക സീസൺ 7, ഹിന്ദിയിൽ നാഗിൻ എന്നാണ് ഇതിന്റെ പേര്. നാഗിൻ സീസൺ 7 ആണ് വരാൻ പോകുന്നത്. അതിന്റെ മലയാളം ഡബിങ് ആണ് നാഗറാണി എന്ന് പറഞ്ഞ പേരോട് കൂടി വരാൻ പോകുന്നത്. നന്നായി, പേര് മാറ്റിയത് നന്നായി. കാരണം സൂര്യ ടിവിയിൽ നാഗകന്യക ഉണ്ടായിരുന്നു, സി കേരളത്തിൽ നാഗിനി വന്നു, നാഗം വന്നു, നാഗദേവത വന്നു. ഏഷ്യാനെറ്റിൽ അവർ ടൈറ്റിൽ ചേഞ്ച് ചെയ്ത് നാഗറാണി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറക്കുന്നത്. വളരെ നല്ല കാര്യം. ഹിന്ദിയിൽ കളേഴ്സ് TVയിലാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഈ നാഗകന്യക ഇപ്പൊ വരാൻ പോകുന്ന നാഗറാണി സീരിയൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഹിന്ദിയിലെ കളേഴ്സ് TVയിലാണ്. ഡിസംബർ 27-ാം തീയതി 2025 ഈ ലാസ്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്തത് നാഗകന്യക സീസൺ 7. ശനിയും ഞായറും രാത്രി 8 മണിക്ക് നിങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. തീർന്നിട്ടില്ല, ഇപ്പോഴവിടെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 32 എപ്പിസോഡായി. കഴിഞ്ഞ ആഴ്ചയും കൂടെ കൂട്ടി 32 എപ്പിസോഡായി. ഈ 32 എപ്പിസോഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ബിക്കോസ് ഐ എം എ വെരി ബിഗ് ഫാൻ. സോ പിന്നെ ഇനി നാഗകന്യക 1, 2, 3, 4 ഇതെല്ലാം നമ്മൾ സൂര്യ ടിവിയിൽ കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. നമ്മളെല്ലാം കണ്ടവരാണ്. നാഗകന്യക 1ലെ ഋത്തിക്, ശിവന്യ ഭയങ്കര പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള 2 ജോഡികളാണ്, ഋത്തിക്കും ശിവന്യയും. അതുപോലെ തന്നെ 2ലെ റോക്കി ശിവാംഗി, 3ലെ മേഘ മഹി ഭയങ്കര ഫാൻസ് ആണ് മലയാളത്തില്. 4ലെ ബൃന്ദ ദേവ്. അപ്പോൾ ഈ 4 സീസൺ നമ്മൾ കണ്ടു. അതിനുശേഷമാണ് പിന്നെ റൈറ്റ്സ് ഒക്കെ മാറി ഈ ചാനലിന്റെ ഇത് കുറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സീസൺ 5 വന്നു. 5 മലയാളത്തിൽ വന്നിട്ടില്ല. സീസൺ 6 വന്നു. 6 മലയാളത്തിൽ വന്നിട്ടില്ല. സൂര്യ ടിവിയിൽ ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു എപ്പോഴെങ്കിലും വരുമോ എന്ന് കാത്തിരുന്നിട്ട്. പക്ഷേ ഇപ്പോൾ 5ഉം 6ഉം ഒന്നും അല്ല, ഡയറക്റ്റ് 7 ആണ് മലയാളം ഡബിങ് ആയിട്ട് വരാൻ പോകുന്നത്. പക്ഷേ ആക്ച്വലി 5ഉം 6ഉം ആയിട്ട് ഈ 7ന് യാതൊരുവിധ കണക്ഷനും ഇല്ല. ഓരോ സീസണും പുതിയ സ്റ്റോറിയാണ്. ഓരോ നാഗകന്യകകളുടെ സ്റ്റോറിയാണ് ഓരോ സീസണിലും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും പഴയ സീസണിലെ നായികയോ നായകനോ ഒക്കെ ഗസ്റ്റ് ആയിട്ട് വരും. 1-2 എപ്പിസോഡ് നിൽക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഹെൽപ്പ് ചെയ്തിട്ട് അവരങ്ങ് പോകും. ഇത് മാത്രമാണ് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പഴയ സീസണുകളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. പഴയ സീസൺ കണ്ടില്ല എന്ന് വെച്ച് നമുക്ക് പുതിയ സീസൺ കാണാതിരിക്കാനുള്ള ഒരു അടവായിട്ട് ആരും എടുക്കേണ്ട. അങ്ങനെ യാതൊരുവിധ പ്രശ്നവും ഈ സീരിയലിൽ ഇല്ല. സീസൺ 5ന്റെ ഒരു 51 എപ്പിസോഡും സീസൺ 6ന്റെ ഒരു 146 എപ്പിസോഡും മിസ്സിംഗ് ആയിട്ടാണ് ഇപ്പൊ സീസൺ 7 മലയാളത്തിൽ വരാൻ പോകുന്നത്. കുഴപ്പമില്ല, അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാരണം അതും ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. പിന്നെ
ഓൾറെഡി ഇപ്പോ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് നാഗിന എന്നാണല്ലോ ഹിന്ദിയിലെ പേര്. അതിന്റെ മലയാളം ഡബിങ് ഹിന്ദി, മറാഠി, കന്നഡ, ഗുജറാത്തി, ബംഗാളി, തമിഴ് എല്ലാ ഭാഷ അതിനകത്ത് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ആണ് ഡബിങ്. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, എന്നാലും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാഗിൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സീസണും ഉണ്ട്, എല്ലാ എപ്പിസോഡും ഉണ്ട്. അതിനകത്ത് സീസൺ 7 മാത്രമാണ് നമുക്ക് എല്ലാ ലാംഗ്വേജിലും കാണാൻ പറ്റുന്നത്. ഇനി ഓൾറെഡി ഇത് വിജയ് ടിവിയിൽ തമിഴില് തുടങ്ങിക്കഴിഞ്ഞു. തമിഴ് ഡബിങ് വന്നു തുടങ്ങി. പക്ഷെ വൈകുന്നേരം 6 മണിക്കാണ് അവരെ ടെലികാസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അത് ഡബിങ് ആണ്, ഒരു കാശിന് കൊള്ളത്തില്ല. മലയാളത്തിലെ ഡബിങ് ഒരു കാശിന് കൊള്ളില്ല. നമുക്ക് കേട്ടിരുന്ന് മനസ്സിലാക്കാന്നുള്ള അല്ലാണ്ട് ഒന്നിനും കൊള്ളില്ല. ഇനി ഡബിങ് ആണോ വരുന്നത് അതോ ഇനി ഒറിജിനൽ ഡബിങ് ആണോ എന്ന് അറിഞ്ഞുകൂടാ. ആണെങ്കിൽ ഒരുമാതിരി അടഞ്ഞു പുഴുത്ത ശബ്ദം കണക്കാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ടി വിയിൽ വരുമ്പോഴത്തേക്കും. പോട്ടെ. ഇനി ഈ സീസൺ 7 വരാൻ പോകുന്ന ഈ നാഗറാണി സീരിയലിന്റെ ജസ്റ്റ് ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ, അനന്തകുലത്തിന്റെ നാഗറാണി അനന്തയുടെ കഥയാണിത്. അനന്തയുടെ കഥ. ഓക്കെ, രാജ്യത്തെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ബാക്കിയുള്ള അയൽ രാജ്യങ്ങൾ അവിടെ നിന്നും ദുഷ്ടന്മാരെ നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നുകൂടി നമ്മുടെ രാജ്യത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും രാജ്യത്തിനെ രക്ഷിക്കാനായിട്ടാണ് നാഗകനിക വരുന്നത്. അപ്പൊ നാഗകനികയുടെ കുടുംബത്തിനെ കൊല്ലും. അപ്പൊ ആ കുടുംബത്തിലെ ആൾക്കാരുടെ പ്രതികാരം ചോദിക്കാനും രാജ്യത്തിനെ രക്ഷിക്കാനുമായിട്ട് ആരാണോ അവളെ കൊന്നത് ആ കുടുംബത്തിലെ തന്നെ ഒരാളെ വിവാഹം കഴിച്ചുകൊണ്ട് അവിടെ മരുമകളായിട്ട് വന്ന് അവിടെയുള്ള എല്ലാവരെയും കൊല്ലുന്നതാണ് സ്റ്റോറി. അതോടൊപ്പം തന്നെ രാജ്യത്തെ രക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ഈ നാഗകന്യക സീസൺ 7ന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡ്രാഗണും നാഗകന്യകയും കൂടെ തമ്മിലുള്ള ഫൈറ്റ് ആണ്. ഡ്രാഗൺ അറിയാലോ നിങ്ങൾക്ക്. ഡ്രാഗൺ ആണ് ഈ സീസണിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അപ്ഡേറ്റ്. ഫീച്ചേഴ്സ് നിറച്ചുകൊണ്ടാണ് ഈ നാഗകന്യക 7 ഹിന്ദിയിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദിയിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സീസണാണ്. ഫാമിലി ഡ്രാമയുണ്ട് ഇതിനകത്ത്, ഫാന്റസി ഉണ്ട്, സൂപ്പർ നാച്ചുറൽ ഉണ്ട്, റിവെഞ്ച് ഉണ്ട്, ലവ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്. ഭയങ്കര അടിപൊളിയായിട്ട് ഹിന്ദിയിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സീരിയൽ. മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വലിയൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ നമ്മുടെ ഏഷ്യാനെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം മലയാളം ഡബ്ബിംഗ് ഉള്ള ഏതെങ്കിലും സീരിയലുകൾ വന്നു കഴിഞ്ഞാൽ ഒരു 50 എപ്പിസോഡ് 60 എപ്പിസോഡ് ആകുമ്പോൾ അതങ്ങ് നിർത്തുന്ന സ്ഥിരം പരിപാടിയുണ്ട്. നിങ്ങൾ പേടിക്കണ്ട. എന്തായാലും ഇത് തുടങ്ങുന്ന അന്ന് മുതൽ എക്സ്പ്ലനേഷൻ റിവ്യൂ സഹിതം ഞാൻ ഇടുന്നതായിരിക്കും. വൈ? ബിക്കോസ് എനിക്ക് നല്ല പോലെ ഈ സീരിയലിന്റെ കഥയും അറിയാം, ഞാൻ ഇതിന്റെ ഭയങ്കര വലിയ ഫാനുമാണ്. സോ എനിക്ക് ഇതിരുന്ന് കൂട്ടി കഴിച്ച് നോക്കേണ്ട ഒരു ആവശ്യമല്ല. എനിക്ക് ഇതിനെ കുറിച്ച് സൂപ്പർ നോളജ് ആണ്. അതുകൊണ്ട് ഞാൻ വന്ന് ഇതിന്റെ ഡബ്ബിംഗ് എന്ന് ഇതിന്റെ എക്സ്പ്ലനേഷൻ റിവ്യൂ സഹിതം നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. തുടങ്ങുമ്പോൾ പോലെ ഇടാം. ഓക്കെ, ഇനി ഇതിന്റെ സമയം ഏത് സമയത്തായിരിക്കും ടെലികാസ്റ്റ് ചെയ്യാൻ സാധ്യതയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിലവിൽ 5:30 ഒന്നുമില്ലല്ലോ, വൈകുന്നേരം 5:30 ഒന്നുമില്ല. അപ്പൊ 5:30 വരാൻ സാധ്യതയുണ്ട്. 6 മണിക്ക് മൗനരാഗമാണുള്ളത്. മൗനരാഗം തീർന്നിട്ട് ഒരു പക്ഷേ അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ രാത്രി 10 മണിക്ക് ടീച്ചറമ്മ തീരാൻ നിൽക്കുകയാണ്. അപ്പൊ ടീച്ചറമ്മ തീർന്നിട്ട് അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. എഴുതി വെച്ചോ, 5:30, 6 മണി, 10 മണി, ഈ 3 സമയത്തിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും നാഗകന്യക വരാൻ പോകുന്നത്. പിന്നെ ഏഷ്യാനെറ്റിൽ നാഗങ്ങളുടെ സ്റ്റോറി വരുന്നത് ഫസ്റ്റ് ടൈമാണ്. ഇതുവരെയും നാഗത്തിന്റെ സ്റ്റോറി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വലിയ പ്രതീക്ഷയാണ് നല്ല റേറ്റിംഗ് ഇതിന് കിട്ടുമെന്ന്. കാരണം സൂര്യ TV വന്നപ്പോൾ 10 പോയിന്റ് അടുപ്പിച്ച് സീസൺ 1 കിട്ടി. പിന്നെ പയ്യെ ഗ്രാജുവലി കുറയുമല്ലോ. ലാസ്റ്റ് സീസൺ വന്ന സമയത്തൊക്കെ സൂര്യ TV പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ 1 പോയിന്റ് ആയിരുന്നു ലാസ്റ്റ് സീസൺ 4 കിട്ടിയിരുന്നത്. കേരളത്തിലെ നാഗിനി എന്ന് പറഞ്ഞ സ്റ്റോറിയും നാഗം എന്ന് പറയുന്ന സീരിയലും നാഗദേവത എന്ന് പറഞ്ഞ സീരിയലൊക്കെ എല്ലാം ഡബ്ബിങ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഏഷ്യാനെറ്റിൽ ആദ്യമായിട്ടാണ് ഒരു നാഗകന്യകയുടെ സ്റ്റോറി, ഒരു നാഗത്തിന്റെ സ്റ്റോറി വരാൻ പോകുന്നത്. പ്രേതത്തിൻ്റെതും മാജിക്കൽ ലവ് സ്റ്റോറിയും എല്ലാം ഡബ്ബിങ് എല്ലാം വന്നിട്ടുണ്ടെങ്കിലും നാഗത്തിന്റെ സ്റ്റോറി ഫസ്റ്റ് ടൈം ഏഷ്യാനെറ്റിൽ വരുന്നത് കൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നല്ല റേറ്റിംഗ് കിട്ടും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. 5 പോയിന്റിന് മുകളിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 5:30, 6 മണിക്കും 10 മണിക്കും ഇടുകയാണെങ്കിൽ കിട്ടും. പ്രൈം ടൈമിലാണ് ഇത് കയറുന്നതെങ്കിൽ എഴുതി വെച്ചോ 15 പോയിന്റിന് പുറത്ത് കിട്ടും. പ്രൈം ടൈമിൽ പക്ഷെ ഇടില്ല. ഇത് ഡബ്ബിംഗ് സീരിയലാണ്, പ്രൈം ടൈമിൽ ഇടില്ല. പ്രൈം ടൈമിൽ ഇട്ട് കഴിഞ്ഞാൽ 15 to 20 വരെ അടിക്കാൻ സാധ്യതയുള്ള സീരിയലാണ്. കാരണം വെറിത്തനം ആട്ടമാണ് ഹിന്ദിയിൽ. അത്ര അടിപൊളി സീരിയലാണ് ഈ സീരിയൽ. ഓക്കെ, വിഷു കൈനീട്ടം പോലെയാണ് ഇന്ന് രാവിലെ പ്രൊമോ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രൊമോയാണ്. ഇനി വരും പ്രൊമോകളൊക്കെ ഉണ്ട്. നിങ്ങൾ ആ പ്രൊമോകളൊക്കെ കണ്ട് ഞെട്ടാൻ തയ്യാറായിക്കോ. അടിപൊളി പ്രൊമോകളാണ് ഇനി വരാനിരിക്കുന്നത്. എന്നാണ് തുടങ്ങാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ ലാസ്റ്റ് മെയ്യോട് കൂടിയായിരിക്കും. ഇപ്പൊ ഏപ്രിൽ 14 ആയില്ലേ, മെയ് തന്നെ ആയിരിക്കും. ഫസ്റ്റ് വീക്ക് ഓഫ് മെയ്യിലായിരിക്കും മിക്കവാറും ലോഞ്ച് ചെയ്യാനായിട്ടുള്ള സാധ്യത. അപ്പൊ നമ്മുടെ നിലവിൽ കുറെ സീരിയൽസ് ഒക്കെ തീരാൻ നിൽക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ ഒന്ന് ഒതുങ്ങും. 1-2 ഒന്ന് ഒതുങ്ങുമ്പോഴത്തേക്കും നാഗകന്യക വരും, നാഗറാണിയായിട്ട്. ആ പേര് മാറിയത് എനിക്ക് നല്ലൊരു ഇതുണ്ട്.
പക്ഷെ കുഴപ്പമില്ല, നാഗറാണി ഒരു യുണീക്കിനായി നമ്മുടെ ചാനൽ തന്നെ കണ്ടുപിടിച്ചു. തമിഴില് നാഗിനി എന്നുള്ള പേര് മാറ്റിയിട്ട് അവർ നാഗിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറക്കിയത്. ഇതിന്റെ ഒറിജിനൽ വെർഷൻ നാഗിനാണ്. ഓൾറെഡി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിന്റെ ഒരു കംപ്ലീറ്റ് പ്ലോട്ട് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യുക, ഞാൻ അതിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഇടാം. അല്ല, എപ്പിസോഡ് തുടങ്ങുമ്പോൾ മുതലുള്ള റിവ്യൂ ആൻഡ് എക്സ്പ്ലനേഷൻ മതിയെങ്കിൽ അങ്ങനെ ഇടുക, അത് ഇടാം. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും, ഈ സാധാരണ ഞാൻ പറയുമല്ലോ മലയാളത്തിൽ ഞാൻ സീരിയൽസ് ഒന്നും കാണാറില്ല, ഞാൻ ഹിന്ദിയിൽ കാണുന്ന ഒരേ ഒരു സീരിയൽ, വൺ ആൻഡ് ഓൺലി സീരിയൽ ഈ പറയുന്ന നാഗിനാണ്. സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ആണ്. എനിക്ക് പേഴ്സണലി സൂപ്പർ നാച്ചുറലും ഫാന്റസിയും ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിത് കാണുന്നത്. കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2015 നാഗകനികയുടെ സീസൺ 1 ഹിന്ദിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2016 ആയപ്പോൾ തന്നെ മലയാളത്തിൽ വന്നു. 2016 ആയപ്പോൾ അവിടെ 2 സ്റ്റാർട്ട് ചെയ്തു. 2017 ആയപ്പോൾ അത് മലയാളത്തിൽ വന്നു. 2018 അവിടെ 3 സ്റ്റാർട്ട് ചെയ്തു. 2018 തന്നെ അത് മലയാളത്തിൽ വന്നു. 2019 ആയപ്പോൾ അവിടെ 4 സ്റ്റാർട്ട് ചെയ്തു. 2020 ആയപ്പോൾ അവിടെ 4 മലയാളത്തിൽ വന്നു. പിന്നെ 2020 അവർ 5 സ്റ്റാർട്ട് ചെയ്തു. 5 മലയാളത്തിൽ വന്നിട്ടില്ല. 2022 6 സ്റ്റാർട്ട് ചെയ്തു. 6 മലയാളത്തിൽ വന്നിട്ടില്ല. ഇപ്പൊ 2025 7 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിപ്പോ മലയാളത്തിൽ വരാൻ പോകുന്നു. സന്തോഷം ഏഷ്യാനെറ്റ്, താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും കാണണമെന്നും സപ്പോർട്ട് ചെയ്യണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. പേഴ്സണലി ഭയങ്കര അടിപൊളി സ്റ്റോറിയാണ്. നമ്മുടെ സ്ഥിരം മലയാളം സീരിയൽസിൽ കാണുന്ന ക്ലേശ പരിപാടികൾ, അമ്മായിയമ്മ പോരുകളൊന്നുമല്ല. ട്വിസ്റ്റോട് ട്വിസ്റ്റ് നിറഞ്ഞ ഒരു കഥയാണ്. സീസൺ 7 എസ്പെഷ്യലി ഡിഫറെന്റ് ഫ്രം 6 ഓഫ് ദ സീസൺ. 6 ഓഫ് ദ സീസൺസിൽ നിന്നും ഭയങ്കര ട്രോളി ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടിപൊളിയാണ്. ഇതിലെ നായകന്റെ നായികയുടെ റൊമാൻസ് ആയാലും, റിവെഞ്ച് ആയാലും, ഡ്രാമ ആയാലും, സൂപ്പർ നാച്ചുറൽ തിങ്സ് ആയാലും, ഫാന്റസി ആയാലും എല്ലാമേ വെരിത്തരം ആട്ടമാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ കാണണം. ഇതിന്റെ അടുത്ത പ്രൊമോസ് വരുമ്പോൾ അതിന്റെ അപ്ഡേറ്റ്സും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ സീരിയലിനെ കുറിച്ച് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. നിങ്ങൾ വെയിറ്റിംഗ് ആണോ എന്നുള്ള കാര്യവും പറയണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ആശംസകൾ. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിത അവസാനം വരെ ഇരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ.